ആർ സി ബിയുടെ വിജയം, കൃണാൽ പാണ്ഡ്യയുടെ പെർഫോമൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്തതിൽ ചർച്ച ചെയ്യാം, അടുത്ത വീഡിയോയിൽ. ഇത് മുംബൈയെ പറ്റിയാണ് പറയാനുള്ളത്. എന്ത് ലോക്കൽ കളിയാടാ. മുംബൈ തോറ്റതല്ല, തോൽപ്പിച്ചതാ അവർ തന്നെ. ആർ സി ബിക്ക് ജയം കൊണ്ടു കൊടുക്കായിരുന്നു അവസാന ഓവറിൽ. 166 റൺസാണ് എടുത്തത്. മുംബൈ ഓൾറെഡി പുറത്തായത്, എന്നിട്ട് പോലും എമ്മാതിരി പെർഫോമൻസ് മുംബൈ കാഴ്ചവെച്ചത്. അവസാന നിമിഷം വരെ പൊരുതി നല്ല രീതിയിൽ ആത്മാർത്ഥയോട് കൂടി കളിച്ചു. അവസാന ഓവറിൽ കൊണ്ടേ ഇട്ടാളിഞ്ഞു. അത് ഒന്നിനും പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞടാ. എത്ര എക്സ്ട്രാസ്, വൈഡ്, നോബോളൊക്കെ പാടെ. ആ 3 ബോളിൽ 10 റണ്ണായപ്പോൾ ഭുവനേശ്വർ കുമാർ എറിഞ്ഞ വൈഡ് എന്ത് ബോളാണത്, എന്ത് ക്വാളിറ്റി ഇല്ലായ്മയാണ് അതിൽ കണ്ടത്. ഇൻഎക്സ്പീരിയൻസ്. ക്യാപ്റ്റന് പറഞ്ഞു കൊടുത്തു എങ്ങനെ എറിയണം എന്നുള്ളത്. 6 വാങ്ങിയതല്ല, വൈഡ് പോയ ബോൾ എമ്മാതിരി ലോക്കൽ ബോളാണ്, ഒരു ബോളർക്കെതിരെ എറിഞ്ഞ ബോളാണ്. അവസാന ഓവറിൽ മുംബൈ ആർ സി ബിക്ക് ജയം കൊടുക്കുകയായിരുന്നു. അത്രയും മോശം പെർഫോമൻസ്. പിന്നെ മറുഭാഗത്ത് കൃണാൽ പാണ്ഡ്യ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ മുംബൈ ഹർദിക് പാണ്ഡ്യനെ നല്ല രീതിയിൽ മിസ് ചെയ്തു. ലാസ്റ്റ് ഓവർ എറിയാൻ ഹർദിക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് മാറുമായിരുന്നു. പൊരുതി തോറ്റു, സമ്മതിക്കുന്നു. പക്ഷെ ജയിക്കാമായിരുന്ന കളിയാണ് തോറ്റത്, അതാണ് സങ്കടം. തോൽക്കാമായിരുന്ന കളി പൊരുതി തോറ്റാലും അന്തസ്സുണ്ട്. ഇത് ജയിച്ച കളിയായിരുന്നു. പോട്ടെ, നമുക്ക് ആർ സി ബി തോൽക്കണം എന്തുകൊണ്ടും ഗുണമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് കരുതി മുംബൈനെ കൊണ്ട് അവിടെ. ഇപ്പോൾ പോയിന്റ് ടേബിളിൽ പഞ്ചാബ് 4ാം സ്ഥാനത്തായി. പക്ഷെ അത് നിങ്ങൾ വലിയ സന്തോഷവും ആവേശമൊന്നും ആക്കാൻ നിൽക്കണ്ട. നമ്മൾ 4ാം സ്ഥാനത്തുള്ളത്. അതിൻ്റെ ആയുസ് ഒരൊറ്റ ദിവസത്തെ ആയുസുള്ളൂ. നാളത്തെ മത്സരം കഴിയുമ്പോൾ നമ്മൾ നേരെ ടോപ്പിലേക്ക് വരും. അത് വേറെ കാര്യം.